ഇന്ന് വയനാട് അമ്പലവയലുള്ള നീതു ഗാർഡനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡാലിയകളെ പരിചയപ്പെടാം. 299 രൂപയ്ക്ക് 4 ഡാലിയകളാണ്. CC ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പക്ഷേ 4 ഡാലിയ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെടികളെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വലിയ ഡാലിയാണ്. വേറെ ഏത് ഇതൊന്ന് വാങ്ങിയാലും നിങ്ങൾക്കിത് കിട്ടൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു ഡാലിയക്ക് വരെ ജിഫി ബാഗിലുള്ള ഡാലിയക്ക് വരെ 50 രൂപ ഒന്നിന് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ സമയത്താണ് പൂവും മൊട്ടൊക്കെയുള്ള നിറയെ ബ്രാഞ്ചുകളുള്ള ഈ നല്ല ഡാലിയകൾ നമുക്ക് ബുഷിയായിട്ട് വളർന്നിട്ടുള്ള ഡാലിയകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 299 രൂപയ്ക്ക് CC അടക്കം. നല്ല ലാഭമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അവരുടെ അടുത്ത് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ നിറച്ചും പൂവൊക്കെ ഇട്ട് വലിയ പൂക്കൾ തന്നെ എനിക്ക് ഇവിടെ ഇട്ടിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവൽ ഭയങ്കര അപൂർവമാണ്. എന്നിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഴയത്ത് നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എനിക്കത് എടുത്ത് വെക്കാൻ മറന്നു പോയി. കഴിഞ്ഞില്ല, അങ്ങനെ എനിക്ക് ചീഞ്ഞ് പോയത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഓർഡർ ചെയ്ത് വീണ്ടും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പ്ലാന്റ് കൂടുതൽ വെച്ചിട്ടുണ്ട്, 5 എണ്ണം കിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര ലാഭമല്ലേ? അപ്പോൾ 5 എണ്ണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നിന് ലേശം ബ്രാഞ്ചുകൾ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും അധികം വെച്ചതാണെന്ന് അവർ പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാലും നല്ല പൂക്കളും ഇതൊക്കെയുള്ള നല്ല ഇതാട്ടോ. 4 കളർ അവരുടെ അടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എത്ര കളർ ഉണ്ടെങ്കിലും വാങ്ങാൻ തയ്യാറായിട്ടായിരുന്നു ഞാൻ അത് തരുന്നത്. ഇപ്പോൾ 4 ചെടികൾ അവർക്ക് 4 കളർ ഇതിൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. ഇനിയും കൂടുതൽ കളർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഞാൻ വാങ്ങാറ് കേട്ടോ. അതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഡാലിയ കിഴങ്ങൊക്കെ മേടിച്ച് പറ്റിക്കപ്പെട്ട് പോയ കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നല്ല നല്ല ചെടികളാട്ടോ. ആർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതു ഗാർഡനിൽ നിന്ന് ഇപ്രാവശ്യം ആദ്യമായിട്ടല്ല ഞാൻ ചെടികൾ വാങ്ങുന്നത്. ഇതിൻ്റെ മുമ്പും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ചെടികൾ കേട്ടോ. എനിക്ക് ഡാലിയ എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കാരണം ഞാൻ വയനാട്ടിൽ ചെറുപ്പത്തിലൊക്കെ തന്നെ നട്ടു വളർത്തിയിരുന്ന ചെടികളാണ്. നാട്ടിൽ വന്നപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സും നടന്നൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നോക്കേണ്ട ആവശ്യമില്ല. മുമ്പ് ഞാൻ റോസിന് നട്ടിരുന്ന പോട്ടി മിക്സ് ഉണ്ട്. അത് ഏതാണെന്ന് നോക്കിയാൽ മതി. പിന്നെ അത് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതേ പോട്ടി മിക്സിൽ തന്നെയാണ് ഞാൻ നട്ടിരുന്നു കേട്ടോ. മണലും ചാണകപ്പൊടിയും പിന്നെ എല്ലാം അടങ്ങിയ ഇതിൽ. തൽക്കാലം ഞാൻ അത് മഴയും വെയിലൊന്നും കൊള്ളാതെ അകത്തേക്ക് വെച്ചിരിക്കുക. കണ്ടില്ല, ചെടികൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്ര ബുഷിയായിട്ട് ഇരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നീടുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ ഞാൻ അപ്പോൾ തന്നെ ഓരോ ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ അതിൻ്റെ കട്ടിങ്സ് നന്നായിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളാണെങ്കിലും എപ്പോഴും അത് ചെയ്യണം. അപ്പോൾ ഒന്ന് പോയാൽ ഒന്ന് നമുക്ക് ഉണ്ടാവും. ഓക്കെ.